പെങ്ങളുടെ അച്ഛൻ്റെ ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവരുടെയും അടിവസ്ത്രങ്ങൾ അലക്ക് കല്ലിലിട്ട് തൻ്റെ ഭാര്യ കുത്തിപ്പിഴിഞ്ഞ് കഴുകുന്നത് കണ്ടുകൊണ്ടാണ് അജയ് വീട്ടിലേക്ക് വന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ എടുക്കാൻ വിട്ടുപോയിട്ട് ഓഫീസിൽ നിന്നും തിരികെ വന്നതാണ് അവൻ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടത് അലക്ക് കല്ലിൽ അച്ഛൻ്റെ അടിവസ്ത്രം കുത്തിപ്പിഴിയുന്ന ഭാര്യ അശ്വതിയെയാണ്. അച്ഛൻ്റെ മാത്രമല്ല, സ്വന്തം പെങ്ങളുടെയും ആങ്ങളയുടെ ഭാര്യയുടെയും ഒക്കെ ഉണ്ട്. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും അശ്വതി എന്തിനാണ് എല്ലാവരുടെയും ഡ്രസ്സുകൾ അലക്ക് കല്ലിൽ കഴുകുന്നത് എന്ന് അവന് മനസ്സിലായില്ല. 1 വർഷം മുമ്പാണ് അശ്വതിയുടെയും അജയൻ്റെയും വിവാഹം കഴിഞ്ഞത്. അജയൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ് അശ്വതിയെ. തീരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അശ്വതി. ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലെ പ്രാരാബ്ദം കാരണം അടുത്തുള്ളൊരു തുണിക്കടയിൽ ബില്ലിംഗ് സ്റ്റാഫായിട്ട് പോകുമ്പോഴാണ് അശ്വതിയെ പെണ്ണ് ചോദിച്ച് അജയൻ ചെല്ലുന്നത്. അജയൻ LD ക്ലർക്കാണ്. അവന് ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ട് നല്ല സ്ത്രീധനം വാങ്ങി വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിക്കാനായിരുന്നു അജയൻ്റെ അമ്മ സുലോചനയ്ക്ക് താല്പര്യം. അതുകൊണ്ട് അശ്വതിയുടെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഈ ബന്ധം വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷേ അജയൻ താൻ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അശ്വതിയെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് വാശിയിൽ നിന്നു. അശ്വതിയുടെ വീട്ടുകാർക്കും അജയൻ തങ്ങളെക്കാൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുകയും ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ടും കല്യാണം നടത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. അശ്വതിക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഉള്ളതുകൊണ്ട് താമസിക്കുന്ന വീട് പണയപ്പെടുത്തി അവളെ അയക്കാനും വീട്ടുകാർക്ക് മനസ്സ് വന്നില്ല. കൂലിപ്പണി ആയതുകൊണ്ട് വീടിൻ്റെ അടവ് മുടങ്ങി കിടപ്പാടം നഷ്ടമായാൽ എല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുമാത്രമല്ല, അജയൻ്റെ വീട്ടുകാർ പറയുന്ന രീതിയിൽ ആഡംബരമായി കല്യാണം നടത്താനുള്ള ശേഷിയും അശ്വതിയുടെ വീട്ടുകാർക്കില്ല. ഇതൊന്നും കേട്ടിട്ടും അജയൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ല. രജിസ്റ്റർ മാരേജ് ചെയ്ത ശേഷം അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട് മാത്രം മതിയെന്ന് പറഞ്ഞ് അജയൻ വാശിയിൽ നിന്നതുകൊണ്ട് അവൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും സമ്മതം മൂളേണ്ടി വന്നു. അശ്വതിയുടെ വീട്ടുകാർക്കും അവൻ്റെ സ്നേഹപൂർവമായ ഇടപെടലുകൾ കാരണം സമ്മതിക്കാതെ തരമില്ലായിരുന്നു. അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കുന്നതിൻ്റെ ചിലവുകൾ അജയനാണ് നോക്കിയത്. അശ്വതിയുടെ അച്ഛനും അമ്മയും അവർ കഷ്ടപ്പെടുന്നതിൽ നിന്ന് ഓരോ ഓഹരി മാറ്റിവെച്ച് 2 പെൺകുട്ടികൾക്കും അത്യാവശ്യം വേണ്ട സ്വർണം വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണത്തിന് അശ്വതിക്ക് ധരിക്കാൻ എക്സ്ട്രാ വാങ്ങിയത് 1 ജോഡി ജിമിക്കിയും 4 വളകളും 2 മാലയും മാത്രമാണ്. അതുവരെ ചേർത്ത് വെച്ച സമ്പാദ്യം മുഴുവനും അത് വാങ്ങാൻ തന്നെ ചിലവായി. പൈസയുടെ വില അറിയാവുന്നതുകൊണ്ട് അശ്വതിയുടെ വീട്ടുകാർ പരമാവധി ചിലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. എന്തായാലും എല്ലാം കൂടി അശ്വതിക്ക് 20 പവൻ സ്വർണം ഉണ്ടായിരുന്നു. 2 കൈയിൽ വീതം 4 വളകൾ, കാതിൽ കമ്മൽ, പൊന്നിൻ്റെ കുഞ്ഞു മൂക്കുത്തി, 2 വലിയ മാല, ഒരു ചെറിയ നെക്ലസ്, കാലിൽ കൊലുസ്, 2 കൈയിലെ 2 വിരലിൽ 2 മോതിരം വീതം. പക്ഷെ അജയൻ്റെ അമ്മയ്ക്ക് അതൊന്നും കണ്ട് തൃപ്തി വന്നില്ല. ആ കൂടെ തൻ്റെ മകൻ തന്നെയാണ് അമ്പലത്തിലെ കല്യാണ ചിലവ് കൂടെ നടത്തുന്നതെന്ന് കേട്ടപ്പോൾ അവർക്ക് ഹാലിളകി. കല്യാണശേഷം അടുത്ത ബന്ധുക്കളെയും കൂടെ ജോലി ചെയ്യുന്നവരെയും ക്ഷണിച്ചു അജയൻ ചെറിയൊരു റിസപ്ഷൻ കൂടെ നടത്തി. അജയൻ്റെ വീടും അശ്വതിയുടെ വീടും വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കല്യാണം കഴിഞ്ഞും ജോലിക്ക് പോകാൻ ദൂരമൊരു തടസ്സമായിരുന്നില്ല. ഗവൺമെൻറ് ജോലിക്കാരനായ മോൻ്റെ ഭാര്യ തുണിക്കടയിൽ ബില്ലിങ്ങിന് പോകുന്നത് അജയൻ്റെ വീട്ടിൽ എല്ലാവർക്കും കുറച്ചിലായിരുന്നു. അജയന് പക്ഷെ അതൊന്നും പ്രശ്നമായില്ല. അജയൻ്റെ കല്യാണം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അനിയുടെ കല്യാണം ആഡംബരമായി നടത്തി. അജയന് ഒരനിയനും അനിയത്തിയുമാണ്. അനിയൻ എഞ്ചിനീയറാണ്. കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരിയെ പ്രേമിച്ച് കെട്ടിയതാണ്. അനിയുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം തികയും മുന്നേ അജയൻ്റെ അമ്മ ബാത്റൂമിൽ വഴുതി വീഴുന്നത് പോലെ അഭിനയിച്ചു. അശ്വതി ജോലിക്ക് പോകുന്നത് നിർത്തിച്ചു. തന്നെ നോക്കാൻ ആരെങ്കിലും വീട്ടിൽ എപ്പോഴും വേണമെന്ന് പറഞ്ഞാണ് അവരത് ചെയ്തത്. അശ്വതി കടയിൽ 3 മാസത്തെ ലീവ് പറഞ്ഞ് അമ്മയെ നോക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞിട്ടും അജയൻ്റെ അമ്മ സുലോചന നടക്കുമ്പോഴൊക്കെ വയ്യാഴിക അഭിനയിച്ചു. അവളെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. അശ്വതി മുമ്പ് ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ 4 മണിക്ക് എണീറ്റ് പണികളൊക്കെ തീർത്ത് വൈകുന്നേരം വന്നിട്ടും അപ്പോഴുള്ള പണികൾ തീർത്താണ് അവൾ കിടന്നിരുന്നത്. എന്നാൽ ഇപ്പം മുഴുവൻ സമയവും അശ്വതി വീട്ടിലുള്ളത് കൊണ്ട് വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് നിർത്തിച്ചിട്ട് അലക്ക് കല്ലിലിട്ട് കഴുകാനാണ് അമ്മായിയമ്മയുടെ നിർദ്ദേശം. അജയൻ തൻ്റെ ഭാര്യ വീട്ടിലുള്ളവരുടെ വിഴുപ്പ് കഷ്ടപ്പെട്ട് കഴുകുന്നത് 1 നിമിഷം നോക്കി നിന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് പോയി മെഷീനിൽ കഴുകിക്കൂടെ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് സുലോചന അശ്വതിയുടെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. നിന്റെ അലക്ക് ഇതുവരെ കഴിഞ്ഞില്ലേടി? ഇല്ലമ്മേ, ഇത് കഴിഞ്ഞിട്ട് അരി ഉഴുന്നും ആ കല്ലിലിട്ട് അരച്ചു വെക്കണം. പിന്നെ കറിക്കിടാനുള്ള തേങ്ങ അമ്മിയിൽ അരയ്ക്കണം. അമ്മ ഇത്രയും ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തേ? ഇന്ന് തൊട്ട് ഞാൻ അത്രയും ഭാരിച്ച ജോലികൾ ചെയ്യണോ? എൻ്റെ വയറ്റിൽ ഒരാൾ കൂടെ ഇല്ലേ? അശ്വതി സുലോചനയോട് ചോദിക്കുന്നത് കേട്ട് അജയൻ ഞെട്ടി. ഈശ്വര, എൻ്റെ ഭാര്യ ഗർഭിണിയാണോ? എന്നിട്ട് ഇവളെന്താ ഇക്കാര്യം എന്നോട് നേരത്തെ പറയാതിരുന്നത്? അജയൻ സ്വയം ചോദിച്ചു. ഒരു ഗർഭിണി വന്നേക്കുന്നു. സുലോചന നീട്ടിയൊന്ന് തുപ്പി. അമ്മയുടെ ആ പ്രതികരണം അജയനെ ഞെട്ടിച്ചു. നീ ഇക്കാര്യം അജയനോട് പറഞ്ഞോ? ഇല്ല, ഇന്നല്ലേ ഞാൻ തന്നെ ഈ വിവരം അറിയുന്നത്.
വൈകുന്നേരം അജയേട്ടൻ വരുമ്പോൾ പറയണം. അശ്വതി മുഖം താഴ്ത്തി നിന്നു. നീ ഇക്കാര്യം ആരോടും പറയണ്ട. ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട. ആദ്യം എൻ്റെ അനിമോന് കുട്ടിയാവട്ടെ. അത് കഴിഞ്ഞ് ആരതിയുടെ കല്യാണവും അവളുടെ പ്രസവവും കൂടെ കഴിഞ്ഞു മതി നീ പിറന്നത്. അജയൻ്റെ നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് വീട്ടു ചെലവ് തന്നെ കഴിയുന്നില്ല. അപ്പോഴാ നീ പെറാൻ പോകുന്നത്. ഇതിൻ്റെ പേര് നിന്റെ വീട്ടുകാർക്ക് 10 പൈസ തന്ന് സഹായിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ പോയി കണ്ട് ഈ ഗർഭം അലസിപ്പിച്ച് കളയാം. അവനോട് ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുത്. സുലോചന മരുമകളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. തൻ്റെ അമ്മ തന്നെയാണോ ഇത്രയും ക്രൂരമായ വാക്കുകൾ പറഞ്ഞിട്ട് പോയതെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യ സഹിക്കുന്നുണ്ടായിരുന്നു എന്ന് താൻ അറിയാതെ പോയതിൽ അജയന് സങ്കടം തോന്നി. ഒരു വഴക്കൊഴിവാക്കാനായിരിക്കും അശ്വതിയും ഒന്നും തന്നോട് പറയാതിരുന്നതെന്ന് അവൻ ചിന്തിച്ചു. തൻ്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ പറഞ്ഞ അമ്മയുള്ള ആ വീട്ടിൽ ഇനി അശ്വതി നിർത്താൻ പാടില്ല എന്ന് ആ നിമിഷം അജയൻ തീരുമാനിച്ചു. റൂമിൻ്റെ ജനാല വഴി ഫയലെടുത്ത് ഓഫീസിൽ പോയ അജയൻ അന്ന് തന്നെ ഓഫീസിൻ്റെ അടുത്ത് ഒരു വാടക വീട് ശരിയാക്കി. ഇതേ സമയം വൈകുന്നേരം അജയൻ വന്നാൽ താൻ ഗർഭിണിയാണെന്ന വിവരം അവനോട് പറയണമെന്ന തീരുമാനത്തിലായിരുന്നു അശ്വതി. കുഞ്ഞിനെ കൊന്നുകളയാൻ അമ്മായിയമ്മ പറഞ്ഞത് മാത്രം സഹിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അന്ന് പതിവിലെ നേരത്തെ അജയൻ വീട്ടിലെത്തി. അശ്വതി അവനോട് ഗർഭിണിയാണെന്ന വിവരം പറഞ്ഞതും അവൻ താൻ എല്ലാം അറിഞ്ഞെന്നും ഇനി ഒന്നും പറയേണ്ട എന്നും അവളോട് പറഞ്ഞു. അത് കേട്ടതോടെ അശ്വതി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അന്ന് തന്നെ അവൻ തങ്ങളുടെ വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്നിറങ്ങി. അച്ഛൻ്റെ പെൻഷൻ കൊണ്ട് വീട്ടു ചിലവുകൾ നടത്തണമെന്നും തികഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ മോനോട് വാങ്ങിക്കൂ എന്നും ഇനി തന്നിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട എന്നും അജയൻ കർശനമായി പറഞ്ഞു. അത് കേട്ടതോടെ സുലോചനയ്ക്ക് മുഖം അടച്ച് അടി കിട്ടിയ പോലെയായി. ഇതൊക്കെ കണ്ടിട്ടും താൻ പ്രതികരിക്കാതെ ഇരുന്നാൽ അവസാനം തൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാകുമെന്ന് അജയൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയോട് ക്ഷമിക്കാൻ തയ്യാറാവാതെ അജയൻ വീട് വിട്ടിറങ്ങിയത്. അങ്ങനെ അശ്വതിക്ക് അവളുടെ പ്രിയപ്പെട്ടവനൊപ്പം സമാധാനത്തോടെ അവരുടെ കൊച്ചു സ്വർഗത്തിൽ ജീവിക്കാൻ സാധിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.